ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വൈറ്റ് സോസ് ചിക്കൻ മക്രോണി റെഡിയാക്കണ കണ്ടാലോ. ഈ ഗ്ലാസ്സിലാണ് അളന്ന് വെക്കണത് കേട്ടോ. 2 ഗ്ലാസ് ഇട്ട് കൊടുക്കുക. മക്രോണി നമുക്ക് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മക്രോണി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കണം. വെള്ളം തിളച്ചപ്പോൾ മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. നമുക്കത് ഊറ്റിയോ മാറ്റി വെക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. നമുക്കിനി മക്രോണി റെഡിയാക്കാം കേട്ടോ. അതിനിത് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കട്ടിയായപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വറ്റൽമുളക് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടിയും ചെറിയ സ്പൂണിലാണ് ഇട്ട് കൊടുത്തതാണ്. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നുറുക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചീസ് ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, അത് എല്ലായിടത്തേക്കും ആക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതൊരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരെണ്ണം മാത്രം. അതൊന്ന് നുറുക്കി എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.